കേട്ടില്ലേ? തലയ്ക്കാണ് എന്നെ തെറി വിളിച്ചത്. നീയാണ് എന്നെ തെറി വിളിച്ചത് തെറി ഫസ്റ്റ്. വിളിക്കാൻ എന്തിനാ പാവം. രണ്ടാൾക്കും മിണ്ടാതിരിക്കാൻ പറ്റുമെങ്കിൽ അവിടെ ഇരിക്കുക, അതല്ലെങ്കിൽ മറ്റേ താഴിട്ട് രണ്ടാളിട്ടോ ദീപ്തി മാഡം, ഇത് നമ്മളായിട്ട് ഉണ്ടാക്കിയ പ്രശ്നമല്ല കേട്ടോ. ഇനി ചർച്ച തീർച്ചയായിട്ടും ചെയ്ത് എടുക്കട്ടെ, ഉണ്ടാക്കിയ നമുക്ക് അല്ല പ്രശ്നമല്ല. മനസ്സിലായി. ഡിസ്കഷന്റെ മാറ്റർ ഇതൊരു കാര്യമില്ലാത്ത കാര്യമല്ലേ ഡിസ്കഷൻ. വല്ലോരും ഇപ്പൊ ഞാൻ വിൽസന്റെ പേരിൽ ഒരു വഴിപാട് നേർന്നയാൽ വിൽസൺ നരകത്തിൽ പോവോ സ്വർഗത്തിൽ പോവോ എന്നൊക്കെ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്നാ ശരി, ഇനി ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ചെയ്യാലോ. അപ്പൊ ഇത് എന്നെ വേണമെങ്കിൽ കുറ്റം പറയണമെങ്കിൽ വേണമെങ്കിൽ മോഹൻലാലിനെ കുറ്റം പറയാം, വഴിപാട് ചെയ്ത മോഹൻലാൽ. അതിന് മമ്മൂട്ടിയെ പറയണതിന് ഒരു 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 ബന്ധമില്ല. അവിടെ എടാ ഈ എനിക്കും ചെയ്യാലോ. ദീപ്തി, അല്ല, ആ തപ്പണോടത്തല്ല സാധനം കിടക്കണം. മോഹൻലാലിനെയും എങ്ങനെ പറയാൻ കഴിയും? ദീപ്തി തപ്പണോടത്തല്ല മോഹൻലാലിന് സാധനം കിടക്കണം. ഇത് വിശ്വാസമല്ല, നോക്ക്, ഇത് കേക്ക്. നല്ല അതായത് സുഹൃത്തുക്കളല്ലേ. മമ്മൂട്ടി പറഞ്ഞു എനിക്ക് വേണ്ടിയിട്ടാണ് ആ പാവം മല കയറിയത് എന്നൊരു ഒരു വാർത്തയുടെ ഒരു ശകലം ഒരു ഒന്നര എങ്ങാണ്ടുള്ള ഒരു അങ്ങനെയുണ്ട് 1.5 എന്ന് സെക്കൻഡ് പറയുന്നു. അതായത് ഞാൻ എങ്ങാണ്ടുള്ള ഒരു പറഞ്ഞപ്പോ വാർത്താ എനിക്ക് ശകലമുണ്ട്. വേണ്ടിട്ട് മാത്രം കയറിയതാണ് എന്ന് ഒരു വാർത്തയുണ്ട് എന്ന് കേട്ടു, ഞാൻ ആ ഒരു കേട്ടിട്ടില്ല. വാർത്താ അതൊരു ശകലമുണ്ട്. ഇത് ഈ അഭിപ്രായം രണ്ടുപേർക്കും പറയണേന് അല്ല ഇപ്പൊ ദീപ്തി. എനിക്ക് എന്തും പറയാം. ഇന്ത്യയിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്, സംസാരിക്കാൻ ഇതുണ്ട്. എനിക്ക് പറഞ്ഞൂടെ? അതുപോലെ ആരെയും ഇസ്ലാമിലും ഉപദ്രവിക്കണതല്ലല്ലോ. എങ്ങനെ ആരെയും ഇപ്പൊ ഒരാളെ തെറ്റാണെന്നാണ് പറയുന്നത്. ദീപ്തി ഡിഫെയിം എങ്ങനെ പറയാം? ചെയ്യണതാണെന്നുണ്ടെങ്കിൽ സമ്മതിച്ചു. ഇപ്പൊ ഞാൻ ഒരാളെ ദീപ്തി ഡിഫെയിം ചെയ്യാനാണ് അങ്ങനെ പറഞ്ഞതിന് അതിന് കേസ് എടുക്കാം. പക്ഷെ അതല്ലാണ്ട് ഇത് ഒരു ഉപദ്രവമില്ലാത്ത രണ്ട് ഫ്രണ്ട്സ് തമ്മിൽ എന്ത് വേണമെങ്കിൽ പറയും. നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് തമ്മിൽ ഇങ്ങനെയൊക്കെ പറയാറില്ല? എന്തൊക്കെ പറയാറുണ്ട്? തെറി പറയാറുണ്ട്. ഇവിടെ ക്ലബ് ഹൗസിലൊക്കെ എന്തൊക്കെയാ പറയാറ്? എന്നിട്ടെന്താ അവരൊന്നും ഇല്ലല്ലോ. അതുപോലെ ഫ്രണ്ട്സുകൾ മമ്മൂട്ടി തമ്മിൽ തൗബ സംസാരിക്കണേന് ചെയ്യണമെന്ന് ഇപ്പൊ അയ്യോ, പറയാൻ നിങ്ങൾക്ക് എന്താ? ഇയാൾക്ക് എന്താ ഞാൻ അവകാശം? തോറ്റു ഓ തോറ്റു അബ്ദുള്ളക്ക് തോറ്റു എന്താ അവകാശം? ദീപ്തി ഓ കാര്യം പറഞ്ഞ് അബ്ദുള്ളക്ക് മനസ്സിലാക്കുന്നില്ല. ഞാൻ എന്താണ്? തോറ്റു. ദേവദാസ് അല്ല, ഒരാൾ സംസാരിക്കുക. ഒന്നെങ്കിൽ വിൽസൺ അല്ലെ ദേവദാസ്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ ഓ അബ്ദുള്ള തീരുമാനിക്കുന്ന എന്തിനാണ്? ഓ അബ്ദുള്ള ആരാണ്? ഇവരുടെ മതത്തിന്റെ നേതാവാണോ പുള്ളി? അതായത് ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്ന മതപണ്ഡിതൻ അദ്ദേഹമാണോ? അതോ അദ്ദേഹം ഒരു രാഷ്ട്രീയ വക്താവാണോ? ഒരു രാഷ്ട്രീയ വക്താവാണെങ്കിൽ മതത്തെ പറ്റി അറിയാവുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സംഭാഷണം പാടില്ല. അവിടെ അത് നിർത്തണം. അത് നിർത്തിക്കുക തന്നെയാണ് ഉദ്ദേശം. അങ്ങനെ ചെയ്യാൻ പാടില്ല. അയാളാണ് മാപ്പ് പറയേണ്ടത്. ഇവിടെ മാപ്പ് പറയേണ്ടത് ഓ അബ്ദുള്ളയാണ്. അദ്ദേഹം ഈ മതത്തിന്റെ കാര്യമാണെങ്കിൽ മതപണ്ഡിതര് ഇടപെട്ട് മതപണ്ഡിതര് പറയട്ടെ, അത് അവരെ സ്വകാര്യ കാര്യം. ഇങ്ങനെ മറ്റേ ചാനലിൽ കൂടെ പറയേണ്ട കാര്യമല്ല അത്. തൗബ ഈ ചെയ്യണോ? മാപ്പ് പറയുന്നത് മോഹൻലാലാണ്. ഇവിടെ ഇരിക്കുന്ന മോഹൻലാൽ പറയണം മാപ്പ്. അദ്ദേഹമാണ് ഇതൊക്കെ ഒപ്പിച്ചത്. മോഹൻലാൽ ചേട്ടാ ഒരു മാപ്പ് പറഞ്ഞു. മോഹൻലാൽ ചേട്ടന് ഇങ്ങനെ ഒരു അവകാശം ഇല്ലേ? ഈ സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ലേ മോഹൻലാൽ? ഞാൻ സത്യം രാവിലത്തെ ക്ലബ് ഹൗസിൽ കുറെ ഹെഡിങ് ഇട്ടിട്ട് നമ്മുടെ മോഹൻലാൽ ചേട്ടനാ ഓർത്തെ. പിന്നെ മനസ്സിലായ നടൻ മോഹൻലാലാണ്. ട്രോളാണോ? അല്ല, കാര്യമായിട്ട് പറയാം, നിങ്ങളല്ലേ മമ്മൂട്ടിക്ക് വേണ്ടിട്ട് ഇത് വഴിപാട് നിർത്തി. മറ്റേ ഞാനൊരു മോഹൻലാലിനെ ഞങ്ങൾക്ക് കിട്ടൂല. 916 മറ്റേ സ്വതന്ത്ര മോഹൻലാലിനെ ഞങ്ങൾക്ക് കിട്ടൂല. ചിന്തകനാ. അപ്പൊ കിട്ടിയ മോഹൻലാൽ ചെയ്താൽ മതി. ആയിക്കോട്ടെ, നല്ല കാര്യം. ഞാനൊരു 916 സ്വതന്ത്ര ചിന്തകനാ. കൃഷ്ണപ്രസാദും സ്വതന്ത്ര ചിന്തകനായിരുന്നു. അതൊന്നും നമുക്ക് ആരുടെ 2 ഗ്രാം ചർച്ചയ്ക്കൊന്നും വേണ്ട. കുറയ്ക്കാൻ പറ്റുമോ നിങ്ങൾ മോഹൻലാൽ ഈ ചേട്ടാ? ഒരുമാതിരി 2 വർത്താനം ഗ്രാം കുറയ്ക്കാൻ പറയാതെ പറ്റുമോ? നിങ്ങൾ നമ്മളോട് പറയുക. ഞാൻ എന്റെ പ്രവൃത്തി, എന്റെ അന്ന് വർത്താനം, അതിനോട് ചോദിക്കും. അതല്ലേ സാറിനോട് പറഞ്ഞത്. സാറ് ഇതിന് തൗബ ചെയ്യ്, അല്ലെങ്കിൽ പരിഹാരം ചെയ്യ്, അല്ല, പ്രായച്ചിത്തം അത് ചെയ്യ്. നിങ്ങളല്ലല്ലോ തീരുമാനിക്കേണ്ടത്. ഞാൻ ഇപ്പൊ നിങ്ങൾ എന്താവണം, എന്ത് പറയണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം എന്നിലാണ്. അതുപോലെ എന്നാ പോയി താങ്കൾ മറ്റേ പറയാനുള്ള മോഹൻലാലിനെ വിളിച്ചോണ്ട് വാ. അവകാശം താങ്കളില്ല. എന്നാ പോയി മറ്റേ മോഹൻലാലിനെ വിളിച്ചോണ്ട് പോവാ. അല്ലാതെ പിന്നെ എന്താണ്? അതൊക്കെ അല്ല, ഈ നോക്കിക്കോളൂ. തൗബ മോഹൻലാൽ ചേട്ടൻ ചെയ്യാന്ന് പറഞ്ഞ എന്താ അർത്ഥം? തൗബ എന്താണ്? എന്റെ പൊന്ന് ദീപ്തി എന്ത് വേണേലും പറഞ്ഞോ, വിശ്വസിച്ചോ, സംസാരിച്ചോ. ഞാൻ ദീപ്തിയോട് പറയാനില്ല. ഞാൻ അല്ല, തോറ്റു. ദേവദാസിനോടല്ല ഞാൻ ചോദിച്ചത്. തൗബ എന്ന് പറഞ്ഞാലേ ഈ ചോദിക്കാതെ ഉത്തരം പറഞ്ഞ് വെറുതെ കിടന്ന് വെള്ളണ്ടാക്കണതിനാ. ഞാൻ ദേവദാസിനോട് ചോദിച്ചേ ഇല്ല. സംഖ്യകളോടെ കാര്യം ചോദിക്കണു. മറ്റേ തെറ്റേറ്റ് പറയുക. കുമ്പസാരം എന്ന് വേണേ പറയാം പച്ച മലയാളം. ദേവദാസിന് നല്ല തെറ്റേറ്റ് പറയുക. മുഖടിച്ച് അള്ളാഹു കിട്ടിയെന്തായാലും സന്തോഷം. ഏക ദൈവമാണെന്നും സംഗീന്ന് മുഹമ്മദ് വിളിച്ചാൽ എനിക്കെന്താ? സംഗീന്ന് വിളിച്ചാൽ എനിക്കെന്താ? ഞാൻ സംഖ്യയാണ്, കൊടും സംഖ്യയാണെന്ന് കിട്ടിയെന്ന് എഴുതി വെച്ചേക്കുന്ന പറഞ്ഞതാണ് ആള്. ഞാൻ. സംഖ്യയോട് സംഗീതം എന്ത് ചോദിക്കാൻ? വിളിച്ചതല്ല, ചോദിച്ചിട്ടില്ലാന്ന് പറഞ്ഞതാണ്. അതാണ് ഞാൻ ചോദിച്ചിട്ടില്ലാന്ന് പറഞ്ഞത്. പറഞ്ഞില്ലേ? ഞാൻ പറയാവുന്നതിന്റെ മാക്സിമം പറഞ്ഞു. എന്താണ് ഇതിന്റെ ഇത് ഈ സംഭവത്തിന്റെ പറയണ്ടാന്നാണ് മെറിറ്റ് അവര് എന്ന് പറഞ്ഞു. പറഞ്ഞത്. ദേവദാസിന്റെ അടുത്ത് മറുപടി വേണ്ട എന്നാണ് പറഞ്ഞത്. അല്ലല്ല, എന്നിട്ട് അവിടെ കിടന്ന് മെഴുകുകയാണ്. എന്താണെന്ന് അറിയണില്ല. പക്ഷെ എങ്ങനെയെങ്കിലും സംഘികളെ കുറ്റം പറയണം. അതിനൊരു ഗ്യാപ്പും ഇല്ല. അപ്പൊ പിന്നെ കിട്ടിയ അവസരത്തില് സംഘി എന്ന് എന്നെ വിളിച്ചു. അല്ല ഇതിപ്പോ ഹർഷൻ രാവിലെ വന്ന് പറഞ്ഞു കേട്ടില്ലേ? ദേവദാസേ, വിഷമം വിചാരിക്കരുത്. ഈ സംഘികൾക്ക് അങ്ങനെ ഒരു പൊട്ട സ്വഭാവം ഉണ്ട്. എവിടെന്നെങ്കിലും ഇരന്ന് വാങ്ങിക്കുന്ന ഒരു സ്വഭാവം.
ഹഡ്സൺ രാവിലെ വന്ന് പറഞ്ഞ കേട്ടില്ലേ, ഇത് CPM മറുപടി പറയേണ്ട കാര്യമാണ്. CPM സംഘികളുടെ പക്ഷത്ത് ചേർന്ന് അബ്ദുള്ള സംഘികളുടെ വർത്തമാനം പറയണമെന്നാണ് ഹഡ്സൺ പറഞ്ഞത്. ഒരു വ്യത്യാസമില്ല ദീപ്തിയും പറയണത്. എന്താ വ്യത്യാസം? കാര്യമൊന്നും മനസ്സിലായില്ലെങ്കിൽ സംഘികളും സഖാക്കന്മാരും ഉത്തരം പറയണം. അതാണ് ലൈറ്റ്. വന്ന് വന്ന് എല്ലാവരും സംഖ്യയായി. ഇനി സംഖ്യാവാത്ത ഇനി ഞങ്ങൾ കുറച്ച് ഫ്രീ തിങ്കേഴ്സ് ഉള്ളു സംഖ്യാവാത്തത് ശരിക്കും. അജൻ സംസാരിക്കാമോ? സംസാരിച്ചു. ഞാൻ ആക്റ്റീവ് അല്ല. സംസാരിച്ചു. മോഴ്സ് നോക്കണ്ട, ഇത് എന്ത് ബഹളമാണ്. ഞാൻ ദീപ്തിയോട് ചോദിക്കുകയാണ്, ഈ മമ്മൂട്ടിയുടെ നക്ഷത്രം എന്താണ് മമ്മൂട്ടിയുടെ അത് നക്ഷത്രം? എന്ത് സംഭവമാണത്? എനിക്ക് ചിരി വന്നു. മോഹൻലാൽ വിശാഖ നക്ഷത്രം, മമ്മൂട്ടിയുടെ നക്ഷത്രം എഴുതി കൊടുക്കണ്ടേ ഇവിടെ അമ്പലത്തില്? എനിക്കറിയില്ല, ശബരിമല എഴുതി കൊടുക്കണമെന്ന് കൊടുക്കുമ്പോ നക്ഷത്രം വിശാഖം. ദൈവത്തിന് അറിയില്ലെന്ന്, ദൈവത്തിനൊന്നും അറിയില്ല, അത് പറഞ്ഞു കൊടുക്കണ്ടേ? ഈ നമ്മൾ പൊട്ടന്മാർ. എന്തായാലും ദേവദാസ ഇതിലൊരു സംഘി ഗൂഢാലോചന ഞാൻ മണക്കുന്നുണ്ട്. സംഘി ഗൂഢാലോചന ഇതിലുണ്ട്. കാരണം ഇത് രഹസ്യമായി ചെയ്തൊരു കാര്യം പരസ്യമായി വന്നല്ലോ. അതാണ് സംഘികളുടെ ഏത് തരത്തിലും സംഘികൾക്ക് മാത്രമാണ്. എന്ത് പറഞ്ഞാലും ഇവിടെ കിടക്കപ്പുറത്ത് സംഘികൾക്ക് മാത്രമാണ്. ഏത് തരത്തിലും സംഘിസം വളർത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ലൈൻ. എന്റെ ലൈനാണ് ഏത് തരത്തിലും വളർത്തുക. അതെനിക്ക് അടിപൊളി ഇഷ്ടപ്പെട്ടു. ഏത് തരത്തിലും സംഘിസം വളർത്തുക ഞങ്ങളുടെ ലൈൻ അതാണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. സംഗീതം എന്താണ്? ആ സംഗീതം എന്താണ് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. ഞങ്ങള് ഒരു എന്താ പറയുക, ഈ നമുക്ക് രാജ്യമാണ് മുഖ്യം. ഒരു സംഗീതം പ്രചരിപ്പിക്കുന്ന റൂമല്ലേ ഇത്? സോറി. സുരക്ഷിതമായിരിക്കണം നമുക്ക് എല്ലാവർക്കും. താങ്കളിപ്പോ ഉയർന്ന ഇത്രയും നേരം സംഘികളെ തെരവിളിച്ചോ താങ്കളെ മിണ്ടായിരിക്കുമായിരുന്നല്ലോ. ഇവിടെ താങ്കൾ ഉയർന്ന ദിവസമാണ്. ഒരു ചർച്ചയല്ലേ ഇത്? ഒരു മര്യാദ വേണ്ടേ? ചർച്ചയ്ക്ക് ഒരു ടോപ്പിക് ഉണ്ട്. ടോപ്പിക് ഉണ്ടെങ്കിൽ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. സംഗീതം ഇവിടെ വലിച്ചെടുത്ത് തന്നപ്പോഴേക്ക് താങ്കൾ മിണ്ടാതെ മറ്റേ പൊത്തിക്കറിയിരിക്കുമായിരുന്നു. മര്യാദയല്ല. അടുത്ത അരമണിക്കൂർ ആ വിഷയത്തിൽ ചർച്ച ചെയ്യാനൊന്നും പറ്റത്തില്ല. മനസ്സിലായിട്ടില്ല. ആരോ എന്തോ ഒക്കെ പറഞ്ഞെന്ന് വിചാരിച്ചു. നമുക്ക് വിഷയം മാറ്റാൻ പറ്റത്തില്ല. തീരുമാനിച്ചോളൂ. കേറി വന്നിട്ട് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞിരിക്കുക. അതല്ല റൂം അലമ്പാക്കാനാണ്. നമുക്കിത് ക്ലോസ് ചെയ്ത് പോവാം. നേരത്തെ പറയുന്നുണ്ട് അജയ് ക്ലോസ് ചെയ്യാണ്. അപ്പം എല്ലാവരും കൂടിയാണ് ഇവിടെ അലമ്പാക്കി, എല്ലാവർക്കും കൂടിയാണ് പറയുന്നത്. അത് അലമ്പാക്കാതെ നിന്നാൽ എല്ലാവർക്കും ചർച്ച ചെയ്യാം. ഞങ്ങൾക്ക് വലിയ നിർബന്ധമൊന്നുമില്ല ചർച്ച ചെയ്യണം എന്നുള്ളത്. ചർച്ച കഴിഞ്ഞിട്ടുണ്ട്. ആരാ മൈക്ക് മ്യൂട്ട് ചെയ്യോ? ഇവിടെ കാര്യം പറയട്ടെ. എങ്ങനെ ചർച്ച ചെയ്യാൻ നേരത്തെ പറയുന്നുണ്ട് അജയൻ റൂം ക്ലോസ് ചെയ്യാന്ന്. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിരുന്നോട്ടെ എന്നുള്ള നിലയ്ക്കാണ്. ഞങ്ങൾക്ക് ഇവിടെ മോഡറേറ്റർ എനിക്ക് 2 മാസമായി ശമ്പളം കിട്ടിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാനും ആ ഒരു സഹകരണത്തിലാണ് മോഡറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ പറ്റെങ്കിൽ എല്ലാവർക്കും ചർച്ച ചെയ്യണം. നേരത്തെയും പറഞ്ഞത് സഹോദര്യത്തോടു കൂടി, പരസ്പര ബഹുമാനത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വഴി ഇരുന്ന് വർത്താനം പറയാം. അതല്ലെങ്കിൽ റൂം എൻഡ് ചെയ്ത് പോവുക എന്ന് മാത്രമേ വഴിയുള്ളൂ. നിങ്ങൾ അതിന് വഴി വെക്കണേ നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ. അതല്ലെങ്കിൽ ഓരോരുത്തരും സ്വന്തം മോഡറേഷൻ എടുത്ത് മെല്ലെ വർത്താനം പറഞ്ഞാൽ എല്ലാവർക്കും പറയാം. അല്ല ഈ മലൻ ടിവിയില് ഉണ്ടാവുന്ന ആ കക്ഷിയല്ലേ ഈ നമ്മുടെ അബ്ദുള്ള എന്ന് പറഞ്ഞ നിലവിൽ ഏതെങ്കിലും ഒരു കടലാ സംഘടനയിൽ പോലും അയാള് ഇല്ലല്ലോ. മീഡിയ മുക്കാലിന്റെ ചെയർമാനും ആയിരുന്നു. മലൻ ടിവിയിൽ മാത്രമല്ല. അയാള് പറഞ്ഞ ഖുറാന്റെ 4:48 അഷ്റഫ് നിങ്ങൾക്കറിയാമോ ഖുറാന്റെ 4:48 ആയത്ത് അറിയാമോ? ഈ മലൻ ടിവിയിൽ സ്ഥിരമായിട്ട് പോയിരിക്കുന്ന അബ്ദുള്ളന്റെ കാര്യമല്ലേ ഇപ്പൊ നിങ്ങൾ പറയുന്നത്? ഓരോരുത്തർ പറയേ. ജാക്കി വന്നപ്പോ മുതൽ ആ കാര്യം പറഞ്ഞോണ്ടിരിക്കും. അത് കേട്ടു. അതിന് റിപ്പീറ്റ് ചെയ്യണ്ട. സംസാരിച്ചു കഴിഞ്ഞിട്ട് മൈക്ക് എടുത്താൽ മതി. ഒരു കാര്യം പറട്ടെ.
ജാക്കി ഒന്നെങ്കിൽ ജാക്കി വൃത്തിക്ക് വർത്താനം പറയണം, അല്ലെങ്കിൽ വർത്താനം പറയാൻ പറ്റൂല. അതങ്ങനെ നിങ്ങൾ ആര് എന്ത് പാർട്ടി എന്ത് കുന്താണെങ്കിലും വൃത്തിക്ക് വർത്താനം പറയാൻ പഠിക്കണം. ഒരാൾ നല്ലോണം വർത്താനം ഇങ്ങനെ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് കാര്യം പറഞ്ഞു. അതിനകത്ത് ഈ ഒരു അല്ല കമ്മ ഒരു പ്രസ്ഥാനത്തിനെ സെക്കൻഡ് പറയുന്നത് എന്റെ മോനെ എനിക്ക് നിങ്ങൾ നോക്കും. ഗ്യാപ്പ്